ഇപ്പോൾ ആൽവിൻ പറഞ്ഞു വെച്ച പോലെ തന്നെ ഒരു നാടിന്റെ വികാരമാണ്, ഒരു നാടിന്റെ കൂട്ടായ്മയുടെ ചിത്രമാണ് ഈ ആ ബസ് എന്നുള്ളത്. അത് ആ പേരിൽ തന്നെയുണ്ട്, ജനകീയൻ. കാരണം ആ നാട്ടിലെ ഓരോ മനുഷ്യരുടെ അധ്വാനത്തിന്റെ ഫലം ആ ബസ്സിലുണ്ട്. അപ്പോൾ അത് തിരിച്ചു പിടിക്കുക, അത് തിരിച്ചു വീണ്ടും നിരത്തിലിറങ്ങുക എന്നുള്ളതൊക്കെ ആ നാടിന്റെ ആവശ്യം കൂടിയാണ്. ആ നാട്ടുകാർക്കൊപ്പം ആൽവിൻ തോമസ് ഇപ്പോൾ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. ആൽവിൻ, വളരെയധികം വൈകാരിക അടുപ്പമുണ്ട്. ഒരു ബസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് മലയോര മേഖലയിലുള്ളവർക്കൊക്കെ വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു ഹോണ് എന്നൊക്കെ പറയുന്ന അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്നുള്ളത് ഒരു ഇടുക്കിക്കാരിയായ എനിക്കും കൂടി അത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ നാട്ടുകാർക്ക് ഈ ജനകീയനെ ഇപ്പോൾ മിസ്സായിരിക്കുകയാണ്. തീർത്തും ജനകീയൻ ഇപ്പോൾ അവരുടെ ഒപ്പമില്ല. പക്ഷെ വീണ്ടും തിരികെ എത്തണമെങ്കിൽ ഈ ബാങ്ക്, അത് കടനാട് ബാങ്ക് ആണെന്ന് മനസ്സിലാക്കുന്നു. ആ ബാങ്ക് എന്താണെങ്കിലും ഒപ്പം നിന്നേ പറ്റുള്ളൂ. എന്താണ് ആ നാട്ടുകാർക്ക് പറയാനുള്ളതെന്ന് ഒരിക്കൽ കൂടി കേൾക്കാം. അവരുടെ ആ വൈകാരികമായ ആ ഒരു അനുഭവത്തെ ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാമോ ആൽവിൻ? സംഗീത, നിശ്ചയമായും ഒരു നാടിൻ്റെ സ്പന്ദനം എന്ന് തന്നെയാണ് നമുക്ക് ഈ ജനകീയനെ പറ്റി പറയാൻ കഴിയുക. കാര്യം ഒരു നാട് ഉണരുന്നതും ഉറങ്ങുന്നതും ഇതിൻ്റെ ശബ്ദം കേട്ടായിരുന്നു. കഴിഞ്ഞ 17 കൊല്ലമായി ഇത് ഇങ്ങനെ നിരത്തിലൂടെ പോവുകയാണ്. ഒരു ഗ്രാമമാണ് മറ്റത്തിപ്പാറ എന്ന ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ എല്ലാ സ്പന്ദനങ്ങളും അറിയുന്ന ഒരു ബസ് കൂടിയാണ്. അവർക്ക് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന ആളുകൾ അവരെല്ലാം ഇതിൻ്റെ ഉടമകൾ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. 72 പേർ, ഞാൻ ആ വാർത്തയിൽ പറഞ്ഞത് 72 പേരാണ് ഈ ബസ്സിൻ്റെ ഉടമകളായിട്ടുള്ളത്. അവരിപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ്. അവർക്ക് ഒരു സഹകരണ ബാങ്കിൻ്റെ സഹകരണം ഉണ്ടായാൽ ഒരുപക്ഷെ ആ ബസ് ഇനിയും ഓടിത്തുടങ്ങുമെന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന് വേണ്ട നടപടികൾ ഈ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വേണം എന്നുള്ളതാണ് അവരുടെ ഒരു ആവശ്യമായിട്ടുള്ളത്. ഇതിൽ നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ കൂടിയൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ജിമ്മി സാർ, ബെന്നി സാർ പറയട്ടെ കാര്യങ്ങളാണ്. എന്താ ഇപ്പം നമ്മുടെ ഒരു പ്രതിസന്ധിയെ നമ്മൾ എങ്ങനെ തരണം ചെയ്യാൻ കഴിയും? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കളക്ഷൻ കുറയുന്നു എന്നൊരു കാര്യം ഉണ്ട്. അതൊന്ന് പരിഹരിക്കണം. എല്ലാവരും ഒന്ന് സഹകരിക്കുകയാണെങ്കിൽ നമുക്കതൊന്ന് പരിഹരിക്കാൻ പറ്റും. നമ്മുടെ ഒരു ട്രിപ്പിൽ ഒരു 5 പേര് വെച്ച് കൂടുതലായിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നം ഒന്ന് പരിഹരിക്കാൻ പറ്റും. അടിയന്തരമായിട്ടുള്ളൊരു കാര്യമുള്ളത്, നമുക്കിപ്പോൾ ഈ ഇതിൻ്റെ പണി നടക്കേണ്ടതായിട്ടുണ്ട്. ടെസ്റ്റ് വർക്ക് ഉടനെ നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഒരു 2 ലക്ഷം രൂപയെങ്കിലും അതിനാവശ്യമായിട്ട് വരും. നമുക്കറിയാം, ഇപ്പോൾ പുതിയതായിട്ടൊക്കെ വരുമ്പോൾ ക്യാമറയൊക്കെ പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ വരുമ്പോഴേക്കും ഒരു 2 ലക്ഷം രൂപ നമുക്ക് ആവശ്യമായിട്ട് വരും. അത് നമുക്കിപ്പോൾ ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് കിട്ടുകയാണെന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടക്കും. ഇപ്പോഴും എനിക്ക് പറയാനായിട്ടുള്ളത്, ഈ ബസ് ഒരു കാരണവശാലും നിൽക്കാൻ സാധ്യതയില്ലെന്നുള്ളതാണ്. കാരണം ജനങ്ങളുടെ ഒരു പൾസ് അതാണ്. ജനകീയനില്ലാത്ത മറ്റത്തിപ്പാറ ജനങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സംഗീത, ജനകീയനില്ലാത്ത മറ്റത്തിപ്പാറ അത് അവർക്കാർക്കും അത് അങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇല്ല. ഇവിടെ ഈ സ്ഥലത്തിനൊക്കെ ഭയങ്കര വില കുറഞ്ഞു പോകും. എന്നുവെച്ചാൽ ഒരു ബസ് റൂട്ട് അല്ലാത്തടത്ത് സ്ഥലത്തിനൊക്കെ വില പോകുമല്ലോ. അതുപോലെ തന്നെ ആൾക്കാരെ കല്യാണം കഴിപ്പിച്ച് വിടാനോ പിള്ളേർ ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വിടാനോ ആരെങ്കിലും സമ്മതിക്കുമോ? ബസ് റൂട്ടില്ലാത്തൊരു ഗതാഗതം ഇല്ലാതെ, ഒരു പൊതുഗതാഗതം ഇല്ലാതെ ഒരു സ്ഥലത്തേക്ക് പിന്നെ ഈ പ്രായമുള്ളവർക്കൊന്നും വണ്ടി ഓടിക്കാൻ പറ്റിയല്ലോ. അവർക്കൊക്കെ പള്ളിയിൽ പോകണോ എങ്ങനെ പോകണമെങ്കിൽ ഈ ബസ്സെ തന്നെ ആശ്രയിക്കാറില്ലേ. നമുക്ക് ഇവിടെ സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെയും ദിവസേന ഈ ബസ്സുകളെ ആശ്രയിക്കുന്നവരാണ് അല്ലേ? അതെ, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക്. എല്ലാ ആണുങ്ങൾ പോകുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് പോകാനൊന്നും പറ്റത്തില്ല ഈ ബസ്സിനെ. പിന്നെ ഞങ്ങൾക്കൊരു സമയമായിരുന്നു ഈ ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ആയിരുന്നു, അവരുടെ സമയമാണ്, ഒരു ഘടികാരമാണ് അവർക്ക് ഈ ബസ്. പിന്നെ കുട്ടികളാണെങ്കിലും 200-300 രൂപ വേണം ദിവസം. രാവിലെ പോയി വരുമ്പോഴത്തേനും അത്രയും രൂപയോളം ആകും. കോളേജിൽ പാലായാലും തൊടുപുഴയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് പോയി വരുമ്പോഴത്തേനും ഓട്ടാക്കൂലി അങ്ങനെ ഒത്തിരി പൈസയാകും. ദിവസം ഒരു 100-300 രൂപയോളം അടുക്കും. പിന്നെ ഒരു ആശുപത്രിക്കൊക്കെ പോയ കുട്ടികൾ, ഞങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ആണെങ്കിലും ഈ ബസ്സിനാണ് പോയി വരികയൊക്കെ ചെയ്യുന്നത്. ഒരു മരുന്ന് വാങ്ങാനൊക്കെ പോകണമെങ്കിൽ അല്ലെങ്കിൽ ഓട്ടോ പിടിക്കേണ്ട ഗതികേടായി തുടങ്ങിയിരിക്കുവാണ്. ഇപ്പം നിർബന്ധമായിട്ട് ഭയങ്കര പൈസ കൊടുക്കണം, അത് വേണം. അത്രേ ഉള്ളൂ. അതാണ്, ബാങ്ക് പൈസ നൽകിയാൽ മാത്രമേ ബസ്സിൻ്റെ ടെസ്റ്റ് ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അത് ചേട്ടന് എങ്ങനെ പൈസ തിരിച്ചു വരണ്ടേ? പിന്നെ തിരിച്ചു വരണം, ഉറപ്പായിട്ടും തിരിച്ചു വരണം. അതിനാണല്ലോ എല്ലാവരും വന്ന് കൂടിയിരിക്കുന്നത്. എന്താ നമ്മൾ ആവശ്യം ബാങ്കിൽ നിന്ന് പൈസ കിട്ടണം. എല്ലാവരും ഒരേ സ്വരത്തിൽ അത് പറയുകയാണ്. അവരൊരു വലിയ നമുക്ക് ഇന്നലെ നമ്മൾ കണ്ട ഒരു കുട്ടിയുണ്ട്. അദ്ദേഹം പറയട്ടെ എന്താ കാര്യങ്ങൾ. അതിന് ബസ് വേണ്ടേ? വേണം. എന്നിട്ട് എന്താ ഇപ്പൊ പ്രശ്നം? എന്താ ബസ്സില്ലാത്തോണ്ട് ഇപ്പം സ്കൂളിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടാ. അതെല്ലേ? ഇന്നലെ നടന്നാ വരുന്നുണ്ട്. മഴയൊക്കെ അല്ലേ, നടന്നു വരാൻ ഭയങ്കര പാടാ. എന്തായാലും ബസ് വേണം നമുക്ക്. വേണം, ഉറപ്പായിട്ടും വേണം. സ്കൂളിൽ പോകാൻ തുടങ്ങിയാലും മുതൽ ബസ്സിലാണോ പോകുന്നത്? അതെ. അതല്ലേ? അതാണ്. എല്ലാവരും അവരെ ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഈ ജനകീയൻ ബസ്
അവർക്കത് ആവശ്യമാണ് എന്നുള്ളത് അവരെടുത്തെടുത്ത് പറയുന്നു. കാര്യം ഇവരിതൊരു വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു വലിയ സാമ്പത്തിക മെച്ചം ഇതിൽ നിന്നോ ലാഭം പ്രതീക്ഷിച്ചിട്ടോ ഒന്നും അല്ല ഈ ഒരു സംരംഭം എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ ഈ ബസ്സിൻ്റെ ലഭിച്ച വരുമാനമൊക്കെ അവരെ ബാങ്കിലേക്ക് നിക്ഷേപിച്ച ആ തുകയാണ് ഇപ്പോൾ അവർക്ക് കിട്ടാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുകൊണ്ട് തന്നെ ഈ ബസ് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു വികാരമാണ്. സ്വാഭാവികമായും ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് കരകയറാനായാൽ ആ ബസ്സിൻ്റെ തുടർന്നുള്ള പണികൾ നടത്താം, നടത്താം, ടെസ്റ്റിനുള്ള നടപടികൾ നടത്താം. അതൊക്കെ നടത്തിയ ശേഷം അവർക്ക് തിരിച്ച് ഈ ബസ് വീണ്ടും ഈ റൂട്ടിൽ തന്നെ പോകാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഏവരുടെയും പ്രതീക്ഷ. പിള്ളേരും ഉള്ളതായിട്ടുള്ള ആളുകളുണ്ട്, കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്. അവരെല്ലാവരും ഒരേ സ്വരത്തിലാണ് ഈ ജനകീയ ബസ്സിന് വേണ്ടി ആവശ്യപ്പെടുന്നത്. ആ ജനകീയ ബസ് വീണ്ടും നിരത്തിലിറങ്ങി ഡബിൾ ബെല്ല് അടിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അതാണ് നാടിൻ്റെ വികാരം. സംഗീത, തീർച്ചയായും ആൽവിൻ, അത് വ്യക്തമാണ്. കാരണം ഒരു ബസ്സിന് വേണ്ടിയിട്ട് അത് വീണ്ടും റൂട്ടിലെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു നാട് ഒരുമിച്ച് വരിക എന്ന് പറയുന്നത് തന്നെ അങ്ങനെ എപ്പോഴും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയൊന്നുമല്ല. എന്താണെങ്കിലും മലയോര മേഖലയിലുള്ളവർക്കൊക്കെ പ്രത്യേകമായിട്ട് ഈ ഇത്തരം ബസ്സുകൾ അവരുടെ ഒരു ആത്മാവിൻ്റെ ഭാഗം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളൊരു ബസ്സാണ് ജനകീയൻ. എന്താണെങ്കിലും ജനകീയൻ വീണ്ടും തിരികെ നിരത്തിലിറങ്ങട്ടെ. ആ ഒരു പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ, മറ്റത്തിപ്പാറ ഗ്രാമവാസികളുടെ ഒക്കെ ആഗ്രഹം അത് വീണ്ടും പ്രതീക്ഷകളൊക്കെ ഫലമണിയട്ടെ എന്ന് നമുക്ക് നോക്കാം. എന്നാണെങ്കിലും ആൽവിൻ തോമസ് ആണ് ആ ഗ്രാമവാസികൾക്കൊപ്പം ഒക്കെ ഉണ്ടായിരുന്നത്. വലിയ വൈകാരിക അടുപ്പമാണ് അവർ ആ ബസ്സിനോടുള്ളത് പങ്കിട്ടത്. ഈ 2025 ഇടുക്കിയിലെ ഒരു ഗ്രാമത്തിൽ നിന്നും ഇങ്ങനെയൊരു വാർത്ത വരുന്നത് വലിയൊരു അതിശയമൊക്കെ തോന്നുന്നു. ഒരു ബസ്സിന് വേണ്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ നിൽക്കുമോ എന്ന്. പക്ഷേ അതിലെ ഓരോ അധ്വാനവും ഓരോരുത്തരുടെയും ഭാഗമാണ്, അവരുടെ വിയർപ്പ് കൂടിയാണ് ആ ബസ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു നൈർമല്യം എന്ന് പറയുന്നത്. ആൽവിൻ തോമസ് ആണ് വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.